രാജ്യത്തുടനീളം ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും പിഴ ഈടാക്കുന്നതിനും അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള നെക്സ്റ്റ് ജനറേഷൻ ഇ ചലാൻ സംവിധാനം വരുന്നു. AI ക്യാമറകൾ, ഓട്ടോമേറ്റഡ് തെളിവുകൾ, ഡിജിറ്റൽ പേയ്മെന്റ് രീതികൾ എന്നിവയുമായാണ് ഈ പുതിയ സംവിധാനം വരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച പോർട്ടലിലേക്ക് മാറുന്നതോടെ ചലാൻ തുക അടയ്ക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾക്ക് കടുത്ത പൂട്ടാണ് വീഴുക. സംസ്ഥാനത്തെ RT ഓഫീസുകളിൽ ഈ പുതിയ സേവനത്തിന്റെ പരീക്ഷണയോട്ടം ആരംഭിച്ചു. പുതിയ പരിഷ്കാരങ്ങൾ വന്നതോടെ വാഹന ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. 5 ചലാനുകൾ വന്നാൽ ലൈസൻസ് റദ്ദാക്കും. 1 വർഷത്തിനുള്ളിൽ 5 തവണയോ അതിലധികമോ ട്രാഫിക് ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കപ്പെടും. 45 ദിവസത്തെ സമയപരിധി ചലാൻ ലഭിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കണം. ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഈ സമയപരിധിക്കുള്ളിൽ തുക അടയ്ക്കുകയോ ചലാൻ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചതായി കണക്കാക്കും. കോടതിയിലേക്ക് കേസ് മാറ്റണമെങ്കിൽ പിഴത്തുകയുടെ 50% മുൻകൂറായി കെട്ടിവെക്കേണ്ടി വരും. അതേസമയം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കുടിശ്ശികയുള്ള ചലാനുകൾ ഉണ്ടെങ്കിൽ പരിവാഹൻ പോർട്ടൽ വഴിയുള്ള RTO സേവനങ്ങൾ പൂർണ്ണമായും തടയപ്പെടും. വിലാസം മാറ്റൽ, ഉടമസ്ഥാവകാശം മാറ്റൽ, ഫിറ്റ്നസ് പെർമിറ്റ് തുടങ്ങിയ സേവനങ്ങളൊന്നും പിന്നീട് ലഭ്യമാവുകയില്ല. കൂടാതെ വാഹനം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും ഉദ്യോഗസ്ഥർക്ക് വാഹനം കസ്റ്റഡിയിൽ എടുക്കാനും പുതിയ നിയമം അധികാരം നൽകുന്നുണ്ട്. ചലാൻ വിവരങ്ങൾ ഇനി മുതൽ SMS കൂടാതെ വാട്സപ്പ്, ഇമെയിൽ വഴിയും വാഹന ഉടമകൾക്ക് വേഗത്തിൽ ലഭ്യമാകും. മുൻപ് നിയമലംഘനം നടത്തിയിട്ടില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത മോട്ടോർ വാഹന വകുപ്പിനായിരുന്നുവെങ്കിൽ പുതിയ നിയമം വരുന്നതോടെ താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും വാഹന ഉടമയ്ക്കായിരിക്കും.